ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടയിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു ആളായിരുന്നു അനുരാഗ് ഠാക്കൂർ. നമുക്കറിയാം, ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ഒരു നേതാവ്, യുവമോർച്ചയുടെ ദേശീയ പ്രസിഡന്റായിരുന്നു, IT സെല്ലിൻ്റെ ചുമതല വഹിച്ചിട്ടുണ്ട്. അനുരാഗ് ഠാക്കൂർ കഴിഞ്ഞ മോദി മന്ത്രിസഭയിൽ അനവധി കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ്. ഒപ്പം തന്നെ വാർത്തകൾ ഇടം പിടിച്ച വ്യക്തിയാണ്. ഏതായാലും ഹിമാചലിൽ നിന്ന് JP നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയതോടുകൂടി അനുരാഗ് ഠാക്കൂറിന് ഇനി ഒരു അവസരം ഉണ്ടാകില്ല എന്നായിരുന്നു കേട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അനുരാഗ് ഠാക്കൂറിനെ തേടി വലിയ വലിയ പദവികളാണ് എത്തുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം. അതിലൊന്ന്, സ്പീക്കർ സ്ഥാനത്തേക്ക് BJP പരിഗണിക്കുന്ന പേരുകാരൻ ഒരാൾ അനുരാഗ് ഠാക്കൂറാണ്. അങ്ങനെയെങ്കിൽ വലിയ ഒരു പൊസിഷനാണ് സ്പീക്കർ എന്ന് പറയുന്നത് ലോക്സഭയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെയാണ് BJP സ്പീക്കർ സ്ഥാനം TDPക്ക് വിട്ട് കൊടുക്കാഞ്ഞതും. ആ ഒരു പോസ്റ്റിലേക്ക് അനുരാഗ് ഠാക്കൂർ എത്തുന്നു എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു മുതിർന്ന നിരയിലേക്ക്, BJPയുടെ ഏറ്റവും മുതിർന്ന നിരയിലേക്ക് അനുരാഗ് ഠാക്കൂർ എത്തുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏതായാലും സ്പീക്കർ പദവി അനുരാഗ് ഠാക്കൂറിനാണ് എന്നുള്ള വാർത്തകളാണ് വരുന്നത്. ഒപ്പം തന്നെ ഈ സ്പീക്കർ പദവിയിലേക്ക് പിന്നീട് BJP പരിഗണിക്കുന്നത്, അനുരാഗ് ഠാക്കൂർ അല്ല എങ്കിൽ പരിഗണിക്കുന്നത് NT രാമറാവുവിൻ്റെ മകൾ, അതായത് ഈ TDPയുടെ അധ്യക്ഷനായ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഭാര്യയുടെ സഹോദരിയായ പുരന്തേശ്വരിയാണ്. പുരന്തേശ്വരി നിലവിൽ ആന്ധ്രയുടെ BJP അധ്യക്ഷ കൂടിയാണ്. പുരന്തേശ്വരിയുടെ പേരും പരിഗണിക്കുന്നുണ്ട്. ഒപ്പം BJPയുടെ അധ്യക്ഷൻ, ഇനിയിപ്പോൾ ഒരു അധ്യക്ഷനെ BJPക്ക് തിരഞ്ഞെടുത്തേ മതിയാവും. കാരണം JP നദ്ദ മന്ത്രി ആയി മാറുകയാണ്. JP നദ്ദയുടെ കാലാവധിയും കഴിഞ്ഞിരുന്നു BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക്. ആ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപക്ഷെ അനുരാഗ് ഠാക്കൂർ വരും. അങ്ങനെയെങ്കിൽ രണ്ട് രീതിയിൽ വന്നാലും, അത് സ്പീക്കർ പൊസിഷനിലേക്ക് അനുരാഗ് ഠാക്കൂർ വരികയോ ഇല്ലെങ്കിൽ BJPയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അനുരാഗ് ഠാക്കൂർ ഒരു മുതിർന്ന BJPയുടെ ലെയറിലേക്ക് വരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. നാമൊക്കെ ഇതുവരെ ഈ അനുരാഗ് ഠാക്കൂറിനെ പരിഗണിച്ചിരുന്നത് സ്മൃതി ഇറാനിയുടെ ആ ഒരു ലെയറാണ്. 4ാമത്തെയോ 5ാമത്തെയോ ലെയറിൽ ഉള്ള ഒരു നേതാവായി പരിഗണിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിലും മുകളിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം ഒരു പുതിയ തലമുറ കൈമാറ്റം കഴിഞ്ഞ് കുറേ നാളായി BJP നടത്തി വരുന്നുണ്ടായിരുന്നു. അവരുടെ മുഖ്യമന്ത്രിമാരെ പരിശോധിച്ചാൽ അറിയാം, 65 വയസ്സിന് താഴെയുള്ളവരാണ് ബഹുഭൂരിപക്ഷം മുഖ്യമന്ത്രിമാരും. അതിൽ 70 വയസ്സുള്ളത് മണിക് സാഹ മാത്രമേ ഉള്ളൂ, ത്രിപുര മുഖ്യമന്ത്രി. അങ്ങനെ ഈ യുവത്വത്തിലേക്ക് അവരുടെ പാർട്ടി പതുക്കെ കടന്ന് കയറുന്നുണ്ട്. സീനിയർ നേതാക്കന്മാരുടെ ഒഴിവിലേക്ക് പതുക്കെ ജൂനിയേഴ്സ് കടന്നു കയറുന്നുണ്ട്. അങ്ങനെ അനുരാഗ് ഠാക്കൂർ ഈ ഒരു പൊസിഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു സീനിയർ ലെവലിലേക്ക് പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.